നമസ്കാരം. കോമഡി മസാലയുടെ ഇന്നത്തെ ഈ ഫ്രഷ് ന്യൂ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഓഡിയൻസിനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം നമുക്ക് അതിഥികളായി എത്തുന്ന രണ്ട് താരങ്ങൾ ഉല്ലാസ് പന്തളം ആൻഡ് കൊച്ചു പ്രേമൻ. അങ്ങനെ ഡാൻസ് കളിച്ച് ക്ഷീണിച്ച് നമ്മുടെ രണ്ട് താരങ്ങളും ജോയിൻ ചെയ്തിരിക്കുകയാണ്. കൊച്ചു പ്രേമൻ ചേട്ടാ, ഡാൻസ് കളിക്കുന്നതിന്റെ ഒരു ക്ഷീണം തോന്നുന്നുണ്ടോ? ഇല്ല, ഭയങ്കര ഉഷാറാണ്. ഒരുമാതിരിപ്പെട്ട ഡാൻസ് ഒക്കെ ചെയ്യുന്ന ആളാ, അതുകൊണ്ട് എനിക്ക് വലിയ ഉല്ലാസ് ചേട്ടാ എന്തുണ്ട്? എന്തെങ്കിലും വിഷാദം? സുഖമില്ല. പനിയാണെങ്കിൽ അധികം നേരം ഇവിടെ നിക്കണം എന്നില്ല, ആ സീറ്റിലേക്ക് പോയിരുന്നോളൂ. കൊച്ചു പ്രേമൻ ചേട്ടൻ അടുത്ത് തന്നെ ഇരുന്നോളൂ. ഞാൻ അടുത്ത് തന്നെ പനിയായതുകൊണ്ടല്ലേ. നല്ല കളിയായി. ഒരു TV ഷോയുടെ സ്കൂപ്പുമായിട്ട് ഇനി വേദിയിലേക്ക് എത്താൻ പോവുകയാണ് ടീം കോമഡി മേക്കേഴ്സ്. നമസ്കാരം, എല്ലാവർക്കും കോമഡീശ്വരൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അറിവിൻ്റെ, വിജ്ഞാനത്തിൻ്റെ, വിനോദത്തിൻ്റെ, സമ്പത്തിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിൽ നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആരാണ് ഈ ഹോട്ട് സീറ്റിൽ എത്തുന്നതെന്ന് അറിയാനുള്ള എൻ്റെ വേഗവിരൽ ചോദ്യം ഇതാണ്. ചോദ്യം ഓഫ് ദ വേഗവിരൽ. ഞാൻ പറയുന്ന വാക്കുകളെ ക്രമത്തിലാക്കി ഒരു പഴഞ്ചൊല്ല് രൂപത്തിൽ ആക്കുക. എ, നായ്ക്കരിക്കാൻ. ബി, കാര്യമില്ല. സി, നായ നടന്നിട്ട്. ഡി, കാര്യമില്ല. റൈറ്റ് ആൻസർ. ഉത്തരം ശരിയാണ്. ഉത്തരം പറഞ്ഞിരിക്കുന്നത് പാലക്കാട് നിന്നും സരസനാണ്. വെൽക്കം ടു ദ ഹോട്ട് സീറ്റ്. നമസ്കാരം. കോമഡീഷനിലേക്ക് സ്വാഗതം. സന്തോഷം. സരസന്റെ പേരെന്താണ്? ശശി. അല്ല, പിന്നെ എല്ലാം എഴുതി കൊടുത്തതാ ഡീറ്റെയിൽ ആയിട്ട്. എന്റെ പേര് സരസൻ എന്നാണ്. എല്ലാം ഇപ്പൊ സാറ് കൂടെ പറഞ്ഞതാ. എന്നിട്ട് വീണ്ടും സരസന്റെ പേരെന്നാന്ന് വെച്ചാൽ പിന്നെ ഞാൻ അല്ല, പെട്ടെന്ന് ഇങ്ങനെ സരസനെ കണ്ടപ്പോ എന്റെ കയ്യിൽ നിന്ന് ചെറുതായിട്ട് പതറിപ്പോയതാണ്. ഇപ്പൊ സാറ് ശശിയായില്ലേ? അപ്പം നമുക്ക് ഹോട്ട് സീറ്റിലേക്ക് ഇരിക്കാം. പിന്നെ എന്നാ സാറേ, അതിനു മുമ്പ് ചെറിയൊരു സംഭവം ഉണ്ട്. ഞാൻ ഇവിടെ വരാൻ കാരണം എന്റെ ആത്മാർത്ഥ സുഹൃത്ത് ഷാജിയാ. ഷാജി അവനാണ് ഈ ഫോമൊക്കെ ഫില്ല് ചെയ്ത് ഇങ്ങനെ അയച്ചതേ. അപ്പൊ ഷാജിക്ക് ഒരു ഹായ് കൊടുക്കണം. കൊടുക്കില്ല സാറേ, അവൻ പാവോ സാറേ? കൊടുക്കില്ല. ഷാജിക്ക് ഞാൻ ഒരു ഉമ്മ കൊടുക്കും. ഷാജി കിട്ടിയോ? ഉമ്മ കിട്ടിയില്ലേ? അവന് സന്തോഷമായിട്ടുണ്ടോ? സന്തോഷമായി. അതെ സാറേ, ഈ ഷാജിക്ക് ഉമ്മ കൊടുക്കുമ്പോഴേ സുരേഷിന് ഒരു വിഷമാവൂലേ സാറേ? സുരേഷിനും ഒരു ഉമ്മ. അപ്പൊ സജീവനൊരു ചെറിയൊരു സജീവനും ഉമ്മ. ഓക്കെ സാറേ, സന്തോഷം. ഇതെന്താണ്? ഇത് ഹായ് പറയാൻ വേണ്ടി തന്നുവിട്ട കൂട്ടുകാരന്മാരുടെ ലിസ്റ്റാ. പെട്ടെന്ന് വാങ്ങിച്ചോളാം. ജോഷി, മധു, ഉമ്മ, പ്രവീൺ, സുധി, സോമൻ, സന്തോഷ്, സജി, ഷാജി, പ്രമോദ്, ബിന്ദു, ആൻസൻ, ജാക്സൺ, സുധീർ, വിനോദ്, കണ്ണൻ, കുട്ടൻ. സിനിമയിൽ എന്നായിരുന്നു പുള്ളി? ഷിറ്റ്, തോക്ക്, പുല്ല്. എന്റെ ഇവിടെ കാണിക്കണോ കീ കൊടുത്ത പാവയെ പോലെ. കഴിഞ്ഞ നന്നായി, അല്ലെങ്കിൽ കിറി പറഞ്ഞു ദൂരെ പോയാനെ. സാറേ ഇങ്ങനെ കാണിക്കാൻ. അല്ല, പിന്നെ സരസൻ ചോദിച്ചിട്ടല്ലേ ഞാൻ അങ്ങനെ. സാറേ, എനിക്ക് ഒരു ഒറ്റ കാര്യമുണ്ട്. സാറ് ഒന്ന് കെട്ടിപ്പിടിച്ചാ കൊള്ളാന്നുണ്ട്. എന്റെ ഒരു ആഗ്രഹം. കെട്ടിപ്പിടിച്ചോളൂ. സന്തോഷമായി. സന്തോഷമായില്ലേ? ഇപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ സരസന് എന്ത് തോന്നി? തോന്നാനായിട്ട് ഷക്കീലൊന്നുമില്ല ഞാൻ കെട്ടിപ്പിടിച്ചത്. അല്ല സാറേ, നല്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ സിനിമാ നടന്മാരെ കാണുന്നതും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. സിനിമാ നടന്മാരാണെന്ന് കരുതി ഞങ്ങൾ എങ്ങനെ വേർതിരിച്ച് കാണുകയൊന്നും വേണ്ട. എന്നെ ഒരു നല്ല സുഹൃത്തായി കണ്ടാ മതി. സുഹൃത്തായി കണ്ടാ മതിയാ? അതെ. ഓക്കെ, അപ്പൊ നമുക്ക് അടിച്ച് പൊളിക്കാട്ടോ. അല്ല, ഞാൻ സുഹൃത്തുക്കളെ കളിയാന്നൊക്കെ വിളിക്കാറ്. അപ്പൊ നമുക്കിത് മത്സരം തുടങ്ങാം. ഹോട്ട് സീറ്റിലേക്ക് സ്വാഗതം. ഓക്കെ സാർ, ടേക്ക് യുവർ സീറ്റ്. ഓക്കെ, എന്താ മത്സരം തുടങ്ങല്ലേ? തുടങ്ങാം. സരസന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടില് ഇപ്പൊ ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ. എന്താണ് ഭാര്യയുടെ പേര്? പുഷ്പലത. പുഷ്പലത എന്ന് പറയുമ്പോ ഗ്രീഷ്മത്തിലും വസന്തത്തിലും ലതകളിൽ പുഷ്പിക്കുന്നവൾ, വേനൽക്കാലത്ത് കൊഴിഞ്ഞു വീഴുന്നവൾ അല്ലേ? അല്ല, എന്തോ ഒരു തെറ്റുണ്ട് സാറേ അതിനകത്ത്. ഇപ്പൊ സാറിപ്പോ പറഞ്ഞാൽ എന്തോ ഒരു തെറ്റുണ്ട്. ഇല്ല, തെറ്റുണ്ട്. എന്തോ ഒരു തെറ്റുണ്ട്. വസന്തത്തിലും ഗ്രീഷ്മത്തിലും ലതകളിൽ പുഷ്പിക്കുന്നവൾ. ഇല്ല, അവിടെ എന്തോ തെറ്റുണ്ട്. എന്തോ ഒരു ചെറിയൊരു തെറ്റ് വരാൻ വഴിയില്ല. തെറ്റ് സാറ് നോക്കി.
ശരി, അപ്പൊ നോക്കിയാണോ പറഞ്ഞത്? വസന്തത്തിലും ഗ്രീഷ്മത്തിലും ലതകളിൽ പുഷ്പിക്കുന്നവൾ കറക്റ്റാണ്, തെറ്റില്ല. അത് ശരി, നോക്കി പറഞ്ഞാലേ ഞാനോടത്ത് സാറ് കാണാണ്ട് പറയുകയാണെന്നതെല്ലാം. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്റെ ഭാര്യയെ വർണ്ണിക്കുന്ന പരിപാടിയാണോ അല്ലെങ്കിൽ ഈ ചോദ്യം ചോദിക്കുന്ന പരിപാടിയാണോ? അതല്ല, ഭാര്യ എന്ന് പറയുന്നത് ഭൂമി ദേവിയാണ്. ആ ഭൂമി ദേവിയൊക്കെയാ, പക്ഷെ ഭൂമി ദേവിയുടെ കയ്യിൽ നിന്ന് ഒന്ന് കൊണ്ടിട്ടുണ്ടോ? കൊള്ളണം, കണ്ണീന്ന് പൊന്നിച്ചു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഭൂമി ദേവിയല്ല, അവൾ ഭുവൻ ദേവിയാണ്. അപ്പൊ നമുക്ക് മത്സരത്തിലേക്ക് കടക്കാം. ഗുരുജി കൊടുക്കാം. ഗുരുജി കൊടുക്കാനോ? ഗുരുജി കൊടുക്കാനല്ല, ചോദ്യം ഗുരുജിയോട് കൊടുക്കാൻ. ആ ഗുരുജിയുടെ കാര്യം പറഞ്ഞപ്പോഴേ എന്തേ വന്നില്ലല്ലോ ഗുരുജി എവിടെ? പക്ഷെ ഗുരുജി ഒരു സംഭവമുണ്ട്, ഗുരുജിക്ക് മുതലാകുന്നില്ലാത്തതുകൊണ്ട് ഗുരുജി പരസ്യം പറയാൻ പോയി. പരസ്യം പറയാൻ പോയോ? അതെ. എന്തിന്റെ പരസ്യം? പഴഞ്ചൊലി. അയ്യടാ, അപ്പൊ ഗുരുജി ഇല്ല ഇവിടെ? ഗുരുജി ഇല്ല. അപ്പൊ മണിക്കുട്ടിയോ? മണിക്കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. അതും പോയോ? അതും പോയി. അതിനെ കെട്ടിച്ചു കൊടുത്തത് നന്നായിട്ടോ. അതെന്താണ്? കൊറേ ഓടിയാണല്ലോ. എന്ത്? അല്ല, ഇവിടെ ഇങ്ങനെ കിടന്ന് കൊറേ ഓടിയാണല്ലോ കുറെ ദിവസമായിട്ടെ. അപ്പൊ അതിനെ കെട്ടിച്ചു കൊടുത്താൽ അതിനും വേണ്ട ഒരു കുടുംബം. ഇപ്പോൾ ഞാനും സരസനും പിന്നെ ഈ കമ്പ്യൂട്ടറും മാത്രമേ ഉള്ളൂ. എന്നാ പിന്നെ ഒന്ന് ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് മത്സരത്തിലേക്ക് കടക്കാം. അവരെയൊക്കെ ഒന്ന് കാണാന്ന് കരുതിയാ വന്നതേ. അത് പിന്നെ ഇപ്പോൾ നടക്കില്ലല്ലോ. ഓക്കെ. അപ്പൊ മത്സരത്തിൽ കടക്കാം. ആദ്യ ചോദ്യം 1000 രൂപയുടെ ചോദ്യമാണ്. 1000 രൂപ സൂക്ഷിച്ച് ഉത്തരം പറയണം. ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് 1000 രൂപ സ്വന്തമാക്കാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ദേ പോയി ദാ വന്നു ചോദ്യം ഇതാ. എവിടെ? കേരളത്തിൽ ഒരു ആക്സിഡന്റ് നടന്നാൽ കണ്ടു നിൽക്കുന്ന മലയാളികളായ നാം എന്ത് ചെയ്യും? സാറേ മനസ്സിലായി, ചോദ്യം മനസ്സിലായില്ല. വിച്ച് ഈസ് ദ കേരള ആക്സിഡന്റ് ഓഫ് ദി കണ്ടു നിക്കൽസ് ഓഫ് ദ വാട്ട് ഹാപ്പൻഡ്? ഓ, ഇപ്പൊ പിടികിട്ടി. മനസ്സിലായി? മനസ്സിലായി. ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ്: എ ആശുപത്രി കൊണ്ടുപോകും, ബി കണ്ടു നിൽക്കും, സി ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിടും, ഡി മുങ്ങിക്കളയും. ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിടും. കറക്റ്റ് ആണോ? ഫേസ്ബുക്കിലിടും. ലോക്ക് ചെയ്യാം? ലോക്ക് ചെയ്യാം. തർക്കമില്ല? തർക്കമില്ല. ഗുരുജി ഓപ്ഷൻ ബി ആശുപത്രി കൊണ്ടുപോകും. ബി ആശുപത്രി കൊണ്ടുപോകും, അതായിരിക്കുള്ളൂ. അത് സുഖിലാണ്ട് കിടക്കും. പറയും. ബി ആശുപത്രിയിൽ കൊണ്ടുപോകും. കണ്ടു നിൽക്കും. സി കണ്ടു നിൽക്കും. ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ചു പറയൂ. കണ്ടു നിൽക്കും. ഇനി മാറ്റമില്ല? മാറ്റമില്ല. ഉറപ്പിക്കാം? ഗുരുജി, സരസൻ പറഞ്ഞിരിക്കുന്ന ഉത്തരം ആശുപത്രിയിൽ കൊണ്ടുപോകും. ഇനി മാറ്റി പറയുന്നുണ്ടോ? താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. തെറ്റോ? തെറ്റാണ്. അപ്പൊ ശരി ഉത്തരം ഏതാ? ശരി ഉത്തരം മലയാളികൾ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിടും. അത് ഞാൻ ആദ്യം പറഞ്ഞാണല്ലോ. അതങ്ങനെ പറയാൻ പറ്റില്ല. അത് ലോക്ക് ചെയ്യണം, എന്നാലേ നമുക്കത് ഉത്തരമായിട്ട് അംഗീകരിക്കാം. സാർ, ഞാൻ ആദ്യം പറഞ്ഞാണല്ലോ ഈ ഫേസ്ബുക്കിലിടുന്ന. ഞാൻ ആദ്യം പറഞ്ഞാണല്ലോ. പിന്നെ മാറ്റി പറഞ്ഞില്ലേ? അല്ലത് സാർ ഇപ്പൊ അത് ലോക്ക് ചെയ്യാൻ തന്നെ എന്റെ കുഴപ്പമില്ലല്ലോ. അല്ല, ലോക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടുന്ന് പാലക്കാട് നിന്ന് അവിടെ ഇവിടം വരെ വന്നിട്ട് 1000 രൂപയുടെ ചോദ്യം പോലും എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. അവന്മാർക്ക് എന്നെ തല്ലിക്കൊല്ലു സാറേ. ഞാൻ പറഞ്ഞതാണ് ഫേസ്ബുക്കിലിടുമെന്ന് ഞാൻ ആദ്യം പറഞ്ഞതാ. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല സാർ. എന്ത് ഞാനിങ്ങനെ സരസൻ സാർ ഇങ്ങനത്തെ ആളൊന്നുമല്ലല്ലോ, നല്ല മനുഷ്യരാന്നല്ല ഞാൻ അറിഞ്ഞത്. എനിക്കിങ്ങനെ കണ്ണീര് കണ്ടാൽ എന്റെ മനസ്സും. ഇപ്പൊ ഞാൻ അത് ശരിയാക്കി തന്നാൽ നിങ്ങൾ ഹാപ്പി ആകുമോ? എങ്കിൽ പിന്നെ ഉത്തരം ശരിയാണ്. ഇരിക്കൂ. എനിക്കല്ലെങ്കിൽ പാലക്കാടേക്ക് പോകാൻ പറ്റില്ലേ? സന്തോഷമായില്ലേ? ഓ, സന്തോഷമായി. ആണല്ലോ. അപ്പൊ നമുക്കിനി മത്സരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് സരസന്റെ പണി? പണി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, പാട്ട് പാടും. അപ്പോ പണി എടുക്കലല്ല, പണി നാട്ടുകാർക്ക് കൊടുക്കലാണ്. അങ്ങനെയൊന്നും പറയണ്ട സാറേ. ഞാൻ എന്നെ ഈ ഹരിവരാസനം പാടാനായിട്ട് ദാസീറിനെ വിളിക്കുന്ന മുമ്പ് ആദ്യം എന്നെ വിളിച്ച. ഹരിവരാസനം എന്ന് പറയുന്നത് അയ്യപ്പനെ പാടി ഉറക്കാനുള്ളതാണ്, അല്ലാതെ അയ്യപ്പന്റെ ഉറക്കം കെടുത്താനുള്ളതല്ല. അങ്ങനെ കൊച്ചാക്കിയൊന്നും വേണ്ട. ഞാൻ സ്റ്റേജിൽ നിന്ന് നീലാംബരി രാഗത്തിൽ പാടിയിട്ട് മഴ വരുത്താറുണ്ടല്ലോ. ആണോ? അങ്ങനെയെങ്കിൽ ഇവിടെ ആ പാടി ഒന്ന് മഴ പെയ്ക്കാൻ പറ്റൂ? അമൃതവർഷിണി പാടി. ഇപ്പോഴൊന്നും അങ്ങനെ പാടാൻ പറ്റില്ല. അതെന്താണ്? അത് ഈ ജൂൺ മാസത്തിൽ പാടിയാലേ മഴ വരുവുള്ളൂ. ജൂൺ മാസത്തിൽ പാടണം. അത് ഏത് പൊട്ടക്കണ്ണനും കൊച്ചു പിള്ളേർക്കും അറിയാം ജൂൺ മാസത്തിൽ പാടിയാൽ മഴ പെയ്യുമെന്ന്. ഈ സംഗീതം എന്ന് പറയുന്നത് ഒരു കൊക്കയാണ്. ഒരു കൊക്കയാണ്. അതിൽ വീണ് കിടക്കുന്നവരാണ് യേശുദാസും KS ചിത്രയും MG ശ്രീകുമാറും പിന്നെ ഞാനും ഒക്കെ. പെട്ടോ ആണോ? കേട്ടിട്ടില്ലേ?
ഞാനൊരു പാട്ട് പാടാം. അയ്യോ മറ്റേ പാടല്ലേ ഇളയ നീല അതല്ല. പിന്നെ? ചാഞ്ചാടിയാടി എന്റെ പൊന്നു സാറേ ഉറങ്ങുന്നേ. 2 അറ്റാക്ക് കഴിഞ്ഞത്, 3ാമത് അറ്റാക്ക് താങ്ങാനുള്ള ശേഷിയില്ല എനിക്ക്. താങ്കൾക്ക് ഭാഗ്യമില്ല. എനിക്ക് ചോദ്യം ചോദിച്ച് എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ മതി. അപ്പോൾ എന്റെ പാട്ട് കേൾക്കാൻ ആ. താങ്കൾക്ക് ഭാഗ്യമില്ല. ശരിയാ, സാറിന്റെ പാട്ട് കേട്ട് മരിക്കാനുള്ള ഭാഗ്യം എനിക്കില്ല, സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത 2ാമത്തെ ചോദ്യത്തിലേക്ക് പോണം. പോവാ. അത് 2000 രൂപയ്ക്കുള്ള ചോദ്യമാണ്. 2000. ആ ശ്രദ്ധിച്ച് കേൾക്കണം. ഓ. എന്റെ 2ാമത്തെ ചോദ്യം ഇതാ. ഫാപ്പുർലെ, ചിറ്റ് എന്ന് തുടങ്ങിയ മലയാള വാക്കുകൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത പ്രശസ്തനായ നടൻ ആര്? ഓപ്ഷൻസ് ഉണ്ട്. എ ഭരത് ഗോപി, ആ. ബി ചില്ലി ഗോപി, സി സുരേഷ് ഗോപി, ഡി വെറും ഗോപി. അറിയാവുന്നൊരു ഇതായിരുന്നു സംഭവം. അദ്ദേഹത്തിന്റെ ഒരു ഇടവേള കഴിഞ്ഞ് ഇടവേള ബാബു. ഇടവേള ബാബു അല്ല. അല്ല, കറക്റ്റ് സംഭവം എന്റെ ശ്രദ്ധിച്ചു പറഞ്ഞാൽ നിങ്ങളുടെ നാക്കിന്റെ തുഞ്ചത്ത് തുഞ്ചത്തെഴുത്തച്ഛൻ. തുഞ്ചത്തെഴുത്തച്ഛനല്ല. അല്ല, ശ്രദ്ധിച്ച് പറയൂ. സാർ എന്തെങ്കിലും ഒരു എനിക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വരുന്നില്ല അതാ. താങ്കൾക്ക് ഉപയോഗിക്കാതെ 3 മുമ്പിൽ കിടപ്പുണ്ടല്ലോ. എന്ത്? അല്ല, ലൈഫ് ലൈൻസ് ആണോ? ഫോണെ ഫ്രണ്ട് ആ. 50-50 ഓഡിയൻസ് 50-50. അപ്പോൾ 2 തെറ്റുത്തരങ്ങൾ മാഞ്ഞു പോകും. മായ്ച്ചോളാം. മായ്ച്ചു കളയാം. കളയാം. ഗുരുജി മായ്ച്ചു കളയും. 2 പോയി. മായ്ച്ചു കളഞ്ഞപ്പോൾ ബാക്കി ബാലൻസ് നിൽക്കുന്നത് 1 സുരേഷ് ഗോപിയും 2 വെറും ഗോപിയുമാണ്. ആലോചിച്ച് പറയൂ. കറക്റ്റ് എന്തെങ്കിലും ഒരു ക്ലൂ കൂടെ തരാമല്ലോ. ഇനിയും ക്ലൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേരിന്റെ ആദ്യ അക്ഷരം സൂയിലാണ് തുടങ്ങുന്നത്. സു. അവസാനത്തെ അക്ഷരം? അവസാനത്തെ അക്ഷരം പി. ആദ്യത്തെ അക്ഷരം സു. സു. അവസാനത്തെ അക്ഷരം പി. പി. പറഞ്ഞോളൂ. പറയട്ടെ. പറഞ്ഞോളൂ. എന്നെ 2000 രൂപയാണ്. ഞാനതല്ലേ, നല്ല മെമ്മറി കിടക്കുന്ന സാധനം, പെട്ടെന്ന് മറന്നുപോയി. അത് സാരമില്ല, ഇനി പറഞ്ഞോളൂ. പറയട്ടെ. പറഞ്ഞോളൂ. പറയും. പറഞ്ഞോ. ആദ്യത്തെ അക്ഷരം സു. സു. അവസാനത്തെ അക്ഷരം പി. പി. സുനാപ്പി. എന്താണ് ഇത്രയേറെ ക്ലൂ കൊടുത്തിട്ടും ഒരു ക്ലൂ മുമ്പിൽ നിന്നിട്ടും പറയാൻ പറ്റില്ല? ഒറ്റ ചോദ്യം മതി ജീവിതം മാറുന്നല്ലേ? അതല്ല, ഒറ്റ ഇടിക്കുന്നുണ്ട്. സുനാപ്പി ഇറങ്ങിപ്പോണം. ഇത്രയേറെ ക്ലൂ കൊടുത്തിട്ടും ഒരു ക്ലൂ മൊത്തം മുമ്പിൽ നിന്നിട്ടും പറഞ്ഞില്ല. ഞാനൊരു മനുഷ്യനല്ലേ? സാറേ, ഉത്തരം കിട്ടി. ഞാൻ അവിടെ പോയി ആലോചിച്ചപ്പോഴേ കുറെ ഒന്ന് ആലോചിച്ചു, അപ്പോഴേ എനിക്ക് ഉത്തരം കറക്റ്റ് കിട്ടി. അതാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പം മനസ്സ് പ്രക്ഷുബ്ധമായതുകൊണ്ടായിരിക്കാം ചിലപ്പം ആ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയാതെ ഈ പോയത്. കസേര ഇരുന്നപ്പോഴേ പെട്ടെന്ന് എനിക്ക് അതാണ്. കിട്ടിയില്ല. ഞാനും പെട്ടെന്നൊരു ഇമോഷണൽ സ്റ്റേജിലേക്ക് വന്നു. സോറി കേട്ടോ. ക്ഷമിക്കണം. പറഞ്ഞോളൂ. ചില്ലി ഗോപി. അല്ല, പിന്നെ ദേഷ്യം വരില്ലേ? ഇത്രയേറെ ക്ലൂ കൊടുത്തിട്ടും ഒരു ക്ലൂ മൊത്തം മുമ്പിൽ നിന്ന്. സുരേഷ്. അല്ല, എന്താ പ്രൊഡ്യൂസർ സുരേഷ്, ഇതൊരു ഷോ ആണ്. പിന്നെ ദേഷ്യം വരില്ലേ? Relax. ഓക്കെ സാർ, പെട്ടെന്ന് ദേഷ്യത്തിനും ഞാൻ പല ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോ ആണ് സുരേഷ്. സോറി സുരേഷ് വേണം ഷോയുടെ ഒരു മാസ്റ്റർ പീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോറി സാർ. ഓക്കെ Relax. Okay. ഓക്കെ. ആക്ഷൻ. ഓക്കെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും കോമഡീസനം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അടുത്ത മത്സരാർത്ഥി ആരാണെന്നറിയാനുള്ള വേഗവിരൽ ചോദ്യം ഇതാ. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഇതിന് ഞാൻ ചോദിച്ചില്ലല്ലോ. ഒന്ന് ചോദിച്ചോട്ടെ. മലയാളികൾ ഒന്നടങ്കം ഒരു മനസ്സോടെ ഓണം. എന്റെ പൊന്നപ്പുള്ളെ, ഞാൻ ചോദിച്ചില്ല. ഒന്ന് ചോദിക്കട്ടെ. ജാതി മത വർഗ വ്യത്യാസമില്ലാതെ മലയാളികൾ എല്ലാരും ഒത്തുകൂടുന്ന കേരളത്തിലെ ഒരേ ഒരു സ്ഥലം ബിവറേജ് കോർപ്പറേഷനിലെ ക്യൂ. റൈറ്റ് ആൻസർ. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. പ്ലീസ്. നമസ്കാരം. എന്താണ് പേര്? എന്റെ രായൻ. രാജൻ എവിടുന്ന് വരുന്നു? ഞാൻ കൊല്ലം. കൊല്ലത്ത് സെൻട്രലാണോ വീട്? സെൻട്രലൊക്കെ വീട് വെച്ചാൽ പോലീസുകാർ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്. അല്ല, കൊല്ലത്ത് ഞാൻ ചോദിച്ചത് ഏത് ഭാഗത്തായിട്ടാണെന്ന് വീടെന്നാണ് ചോദിച്ചത്. കൊല്ലത്ത് ശകലം വെച്ചിട്ട് അങ്ങോട്ട് മാറിയാൽ മതി. ശകലമാരെന്ന് പറയുമ്പോൾ ചവറ, ഇച്ചിരൂടെ പോണം. കായംകുളം ഇച്ചിരൂടെ പോണം. ആലപ്പുഴ, ശകലം കൂടെ. എറണാകുളം, ഇച്ചിരൂടെ പോട്ടെ. തൃശ്ശൂർ, ശകലം കൂടെ. കണ്ണൂർ, ഇച്ചിരൂടെ പോട്ടെന്നേ. കാസർഗോഡ്. കറക്റ്റ്, അവിടെ ഞാൻ താമസിക്കുന്നത്. കൊല്ലത്തൊന്ന് തൊട്ടടുത്ത്. ഭയങ്കര അടുത്തായി. അതെ. പിന്നെ ഈ കൊല്ലത്താണോ വീട് എന്ന് പറഞ്ഞത്? കൊല്ലത്ത് ഞങ്ങൾ അംശയുടെ വീട്. അപ്പൊ കൊല്ലത്ത് വരാറുണ്ടോ?
കൊല്ലത്തിൽ വരാൻ ഞാൻ മാവേലിയാണ്. അതല്ല ഞാൻ ചോദിച്ചത്, അമ്മ വീട്ടിൽ വരാറുണ്ടോ എന്നാണ്. ഇടയ്ക്കൊക്കെ ഞാൻ വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ മത്സരത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അറിയാമല്ലോ അല്ലേ? പിന്നെ ഞാൻ അവനും കൂടെ ഇന്നലെ ഞങ്ങൾ 2-3 പേരും കൂടെ വെള്ളം അടിച്ചിട്ട് വന്നേ. ആര്? റൂൾസും രതീഷും കൂടെ. അതല്ല, നിയമം അറിയാമല്ലോ. നിയമം ഞാൻ എന്നെ വക്കീലാണ്, ഇതൊക്കെ പഠിച്ചിട്ട് വേണം ഇവിടെ വരാൻ. അതല്ല ഞാൻ ചോദിച്ചത്, നമ്മുടെ ഈ കോമഡീശ്വരന്റെ നിയമാവലി. അതൊക്കെ എനിക്കറിയാം. ഞാൻ അതൊക്കെ അറിയാമല്ലോ. ഇങ്ങനെ ലൈറ്റൊക്കെ എനിക്കറിയാം. അതൊക്കെ ഏകദേശമൊക്കെ അറിയാം. അപ്പൊ നമുക്ക് ഹോട്ട് സീറ്റിൽ ഇരിക്കാം. ഹോട്ട് സീറ്റിലേക്ക് സ്വാഗതം. എന്താണ് തൊട്ട് നോക്കുന്നത്? ചൂടുണ്ടോ നോക്കുമായിരുന്നു. ഹോട്ട് സീറ്റല്ലേ? അതല്ല, ഞാൻ മത്സരത്തിന്റെ ചൂട് എന്ന് ഞങ്ങൾ ഒരു സ്റ്റൈലിന് പറയുന്നതാണ് ഹോട്ട് സീറ്റ്. ചൂടൊന്നുമില്ല, കയറി ഇരിക്കാം. ഇല്ല, ഇരുന്നോളോ. ചെറിയ പ്ലെയറും സ്കൂട്ടറും കിട്ടും. എന്തിനാണ്? ഇവിടെ അനങ്ങുകയും കറങ്ങുകയും ഒക്കെ ചെയ്യുന്നു. അതങ്ങനെ കറങ്ങുന്ന കസേരയാണ്. ആദ്യമായിട്ടാണ് കറങ്ങുന്ന കസേരയിൽ ഇരിക്കുന്നത് തോന്നുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഒരു സ്റ്റൂളും 2 കൊരണ്ടിയേ ഉള്ളൂ. ഇത് ആദ്യമായിട്ട് കാണുവാ ഞാൻ. അതൊന്നും കുഴപ്പമില്ല, ഇവിടെ കയറി ഇരിക്കണം. അവിടെ കയറി ഇരുന്നോളൂ. ഈ കുന്തത്തെ കയറി എങ്ങനെ ഇപ്പൊ ഇരിക്കുമെന്ന എന്റെ അത് അവിടെ ബലമായിട്ട് പിടിച്ചാ മതി. ഇരുന്നോളൂ. അറിയല്ലേ? ഇരിക്ക. ആ തുടങ്ങാം. അയ്യോ, ചോദ്യം ചോദിക്കാന്ന് പറഞ്ഞു. സാറേ, ഇതെന്നാ പണിയാ ഇത് ചോദിക്കാന്ന് പറഞ്ഞു. സാറേ, ഞാൻ പുറകിലാണ്. അത് നല്ല പരിപാടിയാണ്. ഒരാളെ വിളിച്ചിട്ട് വന്ന് പുള്ളി പുറകിരിക്ക. സാറേ, മുന്നിലോട്ട് വന്ന് തിരിച്ചു നോക്കൂ, ഞാൻ പുറകിലാണ്. ഇവിടെയാണ് മത്സരം നടക്കുന്നത്. അവിടാന്നോ? ഇവിടാണ്. ഓ, ദാണ്ട് കറങ്ങുന്നു ഈ പുല്ലൊക്കെ. ഇതെങ്ങനെയാ നിർത്തുന്നേ? നേരെ ഒന്നും കേറി എനിക്ക് പരിചയമില്ലെന്ന്. ഒരു തരത്തിൽ ഇരുന്നുവല്ലോ അല്ലേ? സേഫ് ആണല്ലോ. സേഫാ. പന്തയക്കാരനാണ് അല്ലേ? ഈ പുള്ളിക്കാരൻ ഇതെല്ലാം അങ്ങ് അറിയാവല്ലോ. ഞാൻ പന്തയക്കാരനാന്ന് എങ്ങനെ മനസ്സിലായി? വന്നപ്പോൾ ഞാൻ ബയോഡേറ്റ കണ്ടു. ഞാൻ ഇത് വലിയ കസേരയിലൊക്കെ ചാടി കയറിയിരിക്കും. ഇത് കാണുമെന്ന് എനിക്കറിയാമായിരുന്നു. അതല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ എഴുതി കൊടുത്ത കൊടുത്തതിനകത്ത് വെച്ചുകാരനാണെന്ന് എഴുതിയിട്ടുണ്ട്. എന്റെ സാറേ, ഞാൻ മുടിഞ്ഞ വെറ്റുകാരനാ. എന്താണ് അങ്ങനെ ഒരു ശീലത്തിലേക്ക് വരാനായിട്ടുള്ള ഒരു കാരണം? കൊച്ചിലെ തൊട്ട് ഞാൻ ഭയങ്കര വെറ്റുകാരനാ. എന്താണ്? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ തന്നെ എന്റെ ഒരു കൂട്ടുകാരൻ ഇങ്ങോട്ട് വന്നിട്ടേ അവനോട് വെച്ചു, എന്നോട് ബെറ്റ് വെക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു വെക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറയാ, നിങ്ങൾ അച്ഛനെ പോയി തല്ലിട്ട് വരാമെങ്കിൽ 1000 രൂപ തരാമെന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ അറിഞ്ഞത് അച്ഛനെ തല്ലുന്നതിനാ വെറ്റ് വെച്ചത്. അച്ഛനെ തല്ലുന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ബെറ്റിൽ തോറ്റു പോയിട്ടുണ്ടാവില്ലേ? എവിടെ തോക്കാനാ? ഞാൻ പോയി അച്ഛനിട്ട് 2 കീറും കൊടുത്തിട്ട് 1000 രൂപയും മേടിച്ചു. മോശമല്ലേ അച്ഛനെ തല്ലുകാന്ന് പറഞ്ഞു? കാരണം ഞാൻ അത്ര മനസ്സാക്ഷി ഇല്ലാത്തതൊന്നും അല്ല. പിന്നെ 1000 രൂപ കിട്ടി 500 രൂപ അച്ഛന് കുഴമ്പ് മേടിക്കാൻ കൊടുത്തു. ഇപ്പൊ അച്ഛനോട് ചോദിച്ചാൽ ബെറ്റ് വെക്കുന്നില്ലയോ? കുഴമ്പ് തീർന്നു പോയി. എന്തൊക്കെ ശീലങ്ങളാണ്. അത്ര ചെയ്തോ? ഭയങ്കര പുള്ളിയായ. അതല്ലേ? അതെ. അപ്പം ഒരു കാര്യം ചെയ്യ്. ഇപ്പൊ ഇതിനകത്ത് ഈ കോടീശ്വരൻ വന്നപ്പം ഒരു കാര്യം ഞാൻ പറയാം, ഒരു 30,000 രൂപയും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. താങ്കൾക്ക് അത്രയ്ക്കും ഉറപ്പാണോ? ഉറപ്പാ. ഞാൻ പടപടാന്ന് ഉത്തരം പറഞ്ഞാൽ 30,000 രൂപയും കൊണ്ടേ പോകത്തുള്ളൂ. എങ്കിൽ ഞാൻ പറയുന്നു, താങ്കൾ ഇവിടുന്ന് 30,000 രൂപ കൊണ്ടുപോകില്ല. ബെറ്റുണ്ടോ? ബെറ്റ്? സാറിന് ബെറ്റുണ്ടോ? ഞാൻ 30,000 രൂപയും കൊണ്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ. തനിക്ക് ബെറ്റുണ്ടോ? ആ, 30,000 രൂപ കൊണ്ടുപോകുന്നു. 30,000 രൂപയും കൊണ്ടേ ഞാൻ പറയുന്നു, ഇയാൾ 30,000 രൂപ കൊണ്ടുപോകില്ല എന്നാണ്. ഞാൻ 30,000 രൂപ കൊണ്ടുപോയാൽ സാർ എനിക്ക് എന്നാ തരും? ഞാൻ നിങ്ങൾക്ക് 5,000 രൂപ തരും. 5,000 രൂപ തരുമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് തോറ്റു പോവാണെങ്കിൽ ഞാൻ 10,000 രൂപ സാറിന് അങ്ങോട്ട് തരും. ബെറ്റ്? അടിപൊളി. ഇപ്പൊ ഇതിനകത്ത് കോമ്പറ്റീഷനിൽ ആദ്യത്തെ ബെറ്റാ. ഓക്കെ, അപ്പൊ നമുക്ക് മത്സരിക്കാം. ചോദ്യത്തിലേക്ക് കടക്കാം. ആയിക്കോട്ടെ. 10,000 രൂപയുടെ ചോദ്യമാണ്. ഇതാ ഇതല്ല, കമ്പ്യൂട്ടറിൽ നോക്കൂ. ഇത് നോക്കണം. ആ, a+b the whole square is equal to a² plus 2ab is equal to dash. ഓപ്ഷൻസ് ഉണ്ട്. പറ. എ ഒവ്വ, ബി ബബ്ബ, സി ഹഹ, ഡി ഹിഹിഹി. അപ്പോൾ അത് ഉറപ്പിക്കാമല്ലോ. എന്തുവാ ഹിഹിഹി? അയ്യോ, ഞാനൊന്ന് ചിരിച്ചത് അങ്ങനെ തന്നെ ലോക്ക് ചെയ്യാൻ പോവാന്നോ? ഒന്ന് ആലോചിക്കണം. ആലോചിക്കണം. ആലോചിച്ചോളൂ. ഉറപ്പിക്കാം. ഉറപ്പിക്കാം. എനിക്കറിയാം. മറ്റേ ഇങ്ങനെ മാറ്റമില്ല. മാറ്റമില്ല. ഗുരുജി പ്ലീസ് ലോക്ക്. ബബ്ബ. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഓ, ആവേശമൊക്കെ കൊള്ളാം, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് തുപ്പല് തെറിക്കുന്നുണ്ട് കേട്ടോ. ശ്രദ്ധിക്കണ്ട. അപ്പോൾ അടുത്ത മത്സരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് രാജനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ഇനി ചോദിക്കാനുണ്ട്. രായൻ മദ്യപിക്കുമോ? ഇടയ്ക്കൊക്കെ 2 എണ്ണം അടിക്കും. ഞാൻ അടിക്കുവോ? ഞാൻ കഴിക്കില്ല. വലിക്കുവോ? ഇല്ല. വിളിക്കുവോ? ആരെ?
അല്ല ഇതൊക്കെ എന്നാലും തുടങ്ങുവാണെങ്കിൽ എന്നെ ഒരു കമ്പനിക്ക് വിളിക്കുമെന്ന്. വിളിക്കും, പക്ഷെ ഞാൻ തുടങ്ങില്ലല്ലോ. തുടങ്ങുമ്പോ എന്നെ കൂടെ വിളിക്കണം, ഓർത്തണം. അതുപോലെ തന്നെ രാജന്റെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? എന്റെ വീട്ടില് ഞങ്ങളുടെ അച്ചാച്ചുണ്ട്, അച്ചാച്ചന് ഉമ്മ, ഞങ്ങളുടെ അമ്മച്ചിയുണ്ട്, അമ്മച്ചിക്കും ഉമ്മ, എന്റെ ഒരു അനിയച്ചാരുണ്ട്, അനിയനും അനിയച്ചാരനും ഉമ്മ, പിന്നെ എന്റെ ഭാര്യയുണ്ട്. ഭാര്യക്ക് വേണ്ട കെട്ടിപ്പോ വേണ്ട 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 വേണ്ട, അത് ഞാൻ കൊടുത്തോളാം. അല്ല അത് വേണ്ട വേണ്ട വേണ്ട. പിന്നെ ഞങ്ങളുടെ കുഞ്ഞു ഇക്രു മാത്രമേ ഉള്ളൂ. കുഞ്ഞിക്രു, ആ അത്രേ ഉള്ളൂ. കുഞ്ഞിക്രുവിന് കൊടുക്കുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ. അത് വേണോ? കൊടുക്കാം. ഇക്രുവിനും അങ്കിൾ കെട്ടിപ്പിടിക്കല്ലേ കെട്ടിപ്പിടിക്കല്ലേ ഇളം ചുണ്ടിൽ ചേട്ടാ, കെട്ടിപ്പിടിക്കല്ലേ, അവനെ നമുക്കല്ല, അവൻ കടിക്കും. കെട്ടിപ്പിടിച്ച് കടിച്ചോട്ടെ. കുട്ടികളല്ലേ, കടിച്ചാൽ എന്താണ്, ഒന്നും പറ്റാനില്ല. കുട്ടിയല്ല, ഞങ്ങളുടെ വീട്ടിലെ പട്ടിയാന്നത്. അത് പിന്നെ കടിച്ചിട്ട് നാക്ക് പോയെന്ന് പറഞ്ഞു എന്റെ അടുത്തോട്ട് വന്നേക്കല്ലേ. പറയണ്ട, ഇപ്പൊ എന്റെ ചൊടി കടിച്ചോണ്ട് പോയില്ലായിരുന്നു. അത് പിന്നെ ഞാൻ പറഞ്ഞില്ലയോ, ഇക്രു കുഞ്ഞാന്നൊക്കെ ഞാൻ പറഞ്ഞതല്ലയോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും മത്സരത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. നമുക്ക് 20,000 രൂപയുടെ ചോദ്യം ഇതാ. ദേവേന്ദ്രന്റെ അച്ഛന്റെ പേര് എന്താണ്? ഓപ്ഷൻസ് ഉണ്ട്. പറ. എ ഭീമൻ, ബി ഭീഷ്മർ, സി മുത്തുപ്പട്ടർ, ഡി അർജുനൻ. വളരെ ആലോചിച്ചു വേണം ഉത്തരം കണ്ടെത്താൻ. 20,000 രൂപയുടെ ചോദ്യമാണ്. ഇതിനകത്ത് മറ്റേ പിന്നെ കൂട്ടുകാരെ വിളിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ, ലൈഫ് ലൈൻ ഉണ്ട്. ആ ഫോണിൽ വിളിക്കുന്ന ഒരു ഫോൺ പരിപാടി. ഫ്രണ്ട് ഉണ്ട്. ആ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ദേവേന്ദ്രനെ ഞങ്ങൾ വിളിച്ചു ചോദിക്കാം. ദേവേന്ദ്രനെ വിളിക്കാൻ പറ്റില്ല, അത് പുരാണത്തിലെ ഒരു കഥാപാത്രമാണ്. അത് വിളിക്കാൻ പറ്റത്തില്ല. വിളിക്കാൻ പറ്റില്ല. പുള്ളിയുടെ ഫോൺ നമ്പർ ഇല്ലാത്തോണ്ടാണോ? പുള്ളിയുടെ ഫോൺ നമ്പർ ഇല്ലാത്തോണ്ടാണോ? വിളിക്കാൻ നമ്പറുമില്ല, ഫോണുമില്ല, ഇപ്പോൾ ആളുമില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഇവിടെ തന്നിരിക്കുന്നത് ഫോണെ ഫ്രണ്ടിൽ 3 പേരാണ്. അതാരൊക്കെയായിരുന്നു? ഒന്ന് സോമരാജൻ, ആ. ഒന്ന് ഷിജു, ഒന്നൊരു സതീഷ്. ഇതിൽ ആരെയാണ് വിളിക്കേണ്ടത്? സോമരാജനെ വിളി, മുടിഞ്ഞ കുത്തിയ സോമരാജനെ. അപ്പോൾ നമുക്ക് സോമരാജനെ വിളിക്കണം. വിളിക്കണം, സോമരാജനെ വിളിക്കാം. ഗുരുജി പ്ലീസ് കണക്ട് സോമരാജൻ. ഹലോ, നമസ്കാരം. നമസ്കാരം. ആ ഞാൻ നമസ്കാരം. കോമഡീസിൽ നിന്നും സുരേഷ് കോമ്പയാണ്. അനി ഞാനല്ലേ വേണം തലേ കുത്തിക്കണോ? അതല്ല, നിങ്ങളുടെ ഫ്രണ്ട് എന്നോടൊപ്പം ഹോട്ട് സീറ്റിൽ മത്സരിക്കാനിരിക്കുന്നു, ചോദിച്ചോളൂ. ഹലോ സോമരായോ, ഹലോ. ആ എന്നാ എവിടാടാ നീ? ഞാൻ ബിവറയിലേക്കോടാ. വിവരാജാണോ? ആ ബിവറയിൽ നമ്മളെ ആ സതീഷ് ചേട്ടന്റെ വീട്ടിലേക്ക് ഒരു 2 പൈന്റ് വേണോന്ന് പറഞ്ഞു മേടിക്കാൻ വേണ്ടി നിൽക്കുവാ. എടാ അളിയ, ഒരു കുറഞ്ഞ പൈൻ്റെ 2 എനിക്കൂടെ മേടിച്ചോളാം, പൈസ ഞാൻ വന്നിട്ട് തരാം. ഇപ്പൊ തന്നെ ഒരുപാടുണ്ട്, ഇവിടെ ഭയങ്കര തിരക്കാന്ന്. അളിയ പ്ലീസ്, ഒരു കുറഞ്ഞ പൈൻ്റ് മതി, ഞാൻ പൈസ നീ എന്നെ ഈ പറയുന്നു, ഇവിടെ ഞാൻ തിരക്കിൽ നിൽക്കുവാന്ന്. എടാ ഒരെണ്ണം മേടിക്കണം എനിക്കൂടെ. ആ ശരി, മേടിച്ചേക്കാം, മേടിച്ചു വരുമ്പോ പൈസ തരണം കേട്ടോ. ഓക്കെ അളിയ, ഓക്കെ അടിപൊളി. വെക്കരുത്, ചോദ്യം ചോദിക്കും. കട്ട് ചെയ്യല്ലോ. ഹലോ, എടാ ഒരു ചോദ്യം ചോദിക്കാൻ വിളിച്ചാണ്. മറ്റേ ദേവേന്ദ്രന്റെ അച്ഛന്റെ പേര് നിനക്കറിയാവോ? ഏതാ നമ്മുടെ തെക്കലെ വീട്ടിലെ ദേവേന്ദ്രനാണോ? എടാ അതല്ല, മറ്റേ കിരീടമൊക്കെ വെച്ച പുരാണത്തിലെ ദേവേന്ദ്രന്റെ അച്ഛന്റെ പേര് നിനക്കറിയാവോ? എനിക്കൊന്നും അറിയത്തില്ല, നീ വെച്ചിട്ട് പൊയ്ക്കാ അവിടുന്ന്. എടാ ഞാനാ പറയുന്നത്, നീ പറഞ്ഞു തരുന്ന നിനക്ക് നല്ലത് കേട്ടോ. എടാ എനിക്ക് അറിയത്തില്ലെന്ന്, നീ എന്നാ പറയുന്നേ? എന്റെ സ്വഭാവം നിനക്കറിയത്തില്ല, നീ പറയുന്ന നിനക്ക് നല്ലത്. ആഹാ, നീ എന്നോട് കൽപ്പിക്കാൻ. നീ ആരാ? ദേവേന്ദ്രൻ അച്ഛൻ മുത്തുപട്ടരോ? ചോദിച്ചല്ലേ? എന്റെ കൂട്ടുകാരനൊക്കെയാ, കുഞ്ഞുനാൾ തൊട്ട് ഒരുമിച്ച് പഠിച്ച. അവൻ പറയാണ് ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപ്പട്ടരാണോ. ലോക്ക് ചെയ്യട്ടെ. താങ്കളുടെ സുഹൃത്ത് പറഞ്ഞ ഉത്തരം ശരിയാണ്. ആണോ? ഓ എന്റെ ആടിപൊളി. നിങ്ങളുടെ സുഹൃത്ത് എന്ന് പറയുന്നത് അറിവിന്റെ ഒരു നിറകുടമാണ്. ആണോ? എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആണോ? അപ്പൊ എത്ര രൂപ എനിക്ക് കിട്ടി? 20,000 രൂപയാണ്. അപ്പൊ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 5,000 രൂപ കിട്ടിയാൽ നമ്മുടെ ബെറ്റാകും. അതുകൊണ്ട് 5,000 രൂപ തരേണ്ടി വരും. പക്ഷെ നിങ്ങൾ ഇനിയും ചോദ്യം ബാക്കി നിൽക്കുന്നു, ബാക്കി നിൽക്കുന്നു. ഇനിയും മത്സരിക്കാനുണ്ട്, ചോദ്യം ബാക്കി കിടക്കുന്നു. ഉണ്ടോ? എന്നാൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദേ പോയി ദാ വന്നു, ഒറ്റ ചോദ്യം മതി ജീവിതം മാറി മറിയാൻ. അപ്പം അടുത്ത ചോദ്യം ഇതാ. മോഹൻലാൽ അഭിനയിച്ച് 100 കോടി ക്ലബിൽ ആദ്യ സ്ഥാനം പിടിച്ച ചിത്രം ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്. എ പുലിമുരുകൻ, ബി ഒപ്പം, സി ചതുരംഗം, ഡി ജനതാ ഗാരേജ്. അറിയാവുന്ന പറഞ്ഞോളൂ. ചതുരംഗമായിരിക്കാം. വളരെ സൂക്ഷിച്ച് ആലോചിച്ച് വേണം ഉത്തരം എന്റെ അടുക്കൽ പറയാം. മറ്റേ ആരോട് ചോദിക്കാം, ആരോടെങ്കിലും ചോദിക്കാം. ഇനി നിൽക്കുന്ന ലൈഫ് ലൈൻ എന്ന് പറയുന്നത് ഓഡിയൻസ് ചോയ്സ് ആണ്. അവരോട് ഒന്ന് ചോദിച്ചോട്ടെ. വേണമെങ്കിൽ ആ ലൈഫ് ലൈൻ തിരഞ്ഞെടുക്കാം. പിന്നെ എല്ലാവരും കൂടെ ഒന്ന് സഹായിക്കാവോ? പുള്ളിക്കാരനൊന്ന് സാറേ ഒന്നുള്ളത് പറഞ്ഞു കൊടുത്തത് സാധനം. മോഹൻലാൽ അഭിനയിച്ച് 100 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ ചലച്ചിത്രം ഏതാണ്? പുലിമുരുകൻ. കറക്റ്റാണോ? പുലിമുരുകൻ.
പുലിമുരുകൻ പറയുന്നവരെല്ലാം കൂടെ ഒന്ന് കൈ നോക്കിക്കേ. ആണോ ആണോ അടിപൊളി. അപ്പൊ ആ സൂപ്പർ അപ്പൊ നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ള ഓഡിയൻസിന്റെ കൂടെ പോകാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ അവരുടെ തന്നെ നിൽക്കും. പുലിമുരുകൻ അവർ പറഞ്ഞെങ്കിൽ ഓക്കെ, അത് ലോക്ക് ചെയ്തു. പുലിമുരുകൻ ഓക്കെ ആണെന്ന് ലോക്ക് സംശയമില്ല. ചെയ്തു. ഓ ഇനി അത് പറഞ്ഞോണ്ട് വീട്ടിൽ കൊണ്ടിരിക്കാതെ ലോക്ക് ചെയ്യും. പ്ലീസ് ലോക്ക് പുലിമുരുകൻ. പക്ഷെ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണെന്നാണ്. ശരിയാണ്, പറയാൻ പറ്റില്ല. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. എന്നാ പണിയാ പറഞ്ഞ അങ്ങനെ തെറ്റ്? ഞാൻ ടി വി കണ്ടാണല്ലോ. ഞാൻ ചോദിച്ച ചോദ്യം ശ്രദ്ധിച്ചില്ല. എന്തുവാ ഞാൻ ചോദിച്ചത് ഇങ്ങനെയാണ്, മോഹൻലാൽ അഭിനയിച്ച 100 കോടി ക്ലബിൽ ആദ്യ സ്ഥാനം പിടിച്ച ചിത്രം ഏതാണെന്നാണ് ഞാൻ ചോദിച്ചത്. പുലിമുരുകനല്ലയോ? അല്ല, അത് മലയാള ചലച്ചിത്രം. മോഹൻലാൽ അഭിനയിച്ച് 100 കോടി ക്ലബിൽ സ്ഥാനം പിടിച്ച ആദ്യ ചിത്രം ജനതാ ഗ്യാരേജ് ആണ്. ആണോ? പൈസ പോയോ? മലയാള ചിത്രം പുലിമുരുകൻ. ഇപ്പൊ എന്റെ പൈസ ഇതൊരു പോയി. തെലുങ്ക് ചിത്രം, അത് മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പൈസ പോയി. പൈസ പോയി. അപ്പൊ നിങ്ങൾ തോറ്റിരിക്കുകയാണ്. ഈ മത്സരത്തിൽ നിങ്ങൾ കിണിക്ക് അങ്ങോട്ട് കിണിക്ക്. നിങ്ങളുടെ ആരുടെയും പൈസ പോയില്ലല്ലോ. മേലെ ഇരുന്നുണ്ട് പുണിമുരുകൻ. ആരുടെയും പൈസ, എന്റെ പൈസ അല്ലയോ പോയെ? ഞാൻ 100 വട്ടം ചോദിച്ചാന്ന്. എനിക്ക് ബെറ്റും പോയി, എല്ലാം പോയി. അറിയാവോ? രമണിച്ചയുടെ ഒക്കെ ചിരി കണ്ടില്ലയോ? മോശമായി പോയി എന്നോട് ഇങ്ങനെ ചെയ്ത്. രായൻ, ഈ മത്സരത്തിൽ നിങ്ങൾ തോറ്റു. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്നോട് വെച്ച ബെറ്റിലും നിങ്ങൾ തോറ്റു. കണ്ടോ? നിങ്ങൾ കൊടുക്കോ തോറ്റു. പൈസ? എന്റെ പൈസയും പോയി തോക്കുകയും ചെയ്തല്ലേ? തോറ്റു. ഒരു കാര്യം ചെയ്, ഒരു 500 രൂപയുടെ പന്തയം കൂടെ വെക്കാൻ പറ്റുമോ? എന്താണ്? ഒരു 500 രൂപയുടെ പന്തയം കൂടെ വെക്കാൻ പറ്റുമോ? 500 രൂപ ബച്ചും കൂടെ ഇനി വെക്കണം. ആ. എന്ത് പറഞ്ഞിട്ട്? അല്ല, ഞാനിങ്ങനെ ബെറ്റ് വെക്കുന്നത്, ഞാൻ മുഖശാസ്ത്രം അനുസരിച്ച് സാധനം പറയും. അത് 500 രൂപ പന്തയം നമുക്ക് വെക്കാം. അതിനി ഇതിനെ ഇവിടെ ഇനി ചോദ്യങ്ങളൊന്നും ചോദ്യം വേണ്ട. ഞാൻ സാറിന്റെ മുഖം നോക്കിയ ഒരു കാര്യം പറയാം. സാറിന്റെ പുറത്ത് ദണ്ട് ഈ നീളത്തിലുള്ള ഒരു ബെട്ടിന്റെ പാടുണ്ട്. താങ്കൾ തോറ്റു പോകും. ഇല്ല, തോറ്റു പോകും. 500 രൂപ അതാണ്ട് പന്തയം അങ്ങനെ വെക്കുന്നത്. ഒരു പാട് എന്റെ പുറത്തില്ല. ഉണ്ട്. അപ്പൊ നിങ്ങൾ തോറ്റു പോകും. വണ്ടിക്കൂലിക്കുള്ള 500 രൂപ ഞാൻ പന്തയം വെച്ചു. അങ്ങനെയാണെങ്കിൽ അത്ര ഉറപ്പിച്ച് പറയുമെങ്കിൽ ഞാനും വെക്കും. ഈ പുള്ളിക്കാരൻ എന്തോ പറഞ്ഞ എന്നോട് മത്സരിക്കാൻ പേടിയായിട്ടല്ലയോ? അല്ല, പറ, മത്സരിക്കാൻ പറ. ഞാൻ മത്സരിക്കും. ആ, എന്റെ പുറത്ത് അങ്ങനെ ഒരു പാടില്ല. ആ. മത്സരിക്കാം, ആ. ആവേശമാകാം. പക്ഷെ തന്നോളം പോകുന്നവരോട് അത് എന്നോട് പാടില്ല. സാറേ, കഥ എങ്കിലും ഞാൻ പറഞ്ഞാൽ- മത്സരിക്കും. ആ. 500 രൂപ ഞാനും വെക്കുന്നു. ബെറ്റ്. എന്നാ ശരി, ഓക്കെ, ബെറ്റ് ബെറ്റ് കാണിക്കേ. കാണിക്കാം. കാണട്ടെ. ഇയാൾ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. ആ. എന്റെ പുറത്ത് അങ്ങനെ ഒരു പാടില്ല. എനിക്കറിയാവുന്ന ഇത് ഉള്ള കാരണം ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു മുഖശാസ്ത്രമല്ല, നമുക്കതിനകത്ത് കണ്ണമില്ല. കണ്ടോണം. നിങ്ങൾ കണ്ടോണം. എനിക്കറിയാം മോനെ. ബെറ്റ് വെക്കാം. ബെറ്റ് പക്ഷേ കാണിക്കേ. തന്നോട് പോകുന്ന ആളോട്, പിന്നെ? ഒരു സിനിമാ നടനോട് അത് പാടില്ല. കണ്ടാ എവിടെയുണ്ട് ബെറ്റ്? ഇങ്ങോട്ടാ, പാടണ്ട. ഇല്ലില്ല, കണ്ട, ഇല്ലില്ല. തോറ്റു പോകില്ലേ? ചമ്മി പോയി. കാശെടുക്ക്, തോറ്റില്ലേ? കണ്ട? 500 പോയി. എന്താ പ്രൊഡ്യൂസർ സാർ? എന്താ സുരേഷേ, എന്താണ്? ഇയാൾക്കൊരു വിലയില്ലേ ഇവിടെ? എന്താണ്? അല്ല സാർ, ഞാൻ പറയുന്നു ഇത്രയും പബ്ലിക്കായിട്ട് ആളുകൾ കാണുന്ന അതല്ല. ഇയാള് പറഞ്ഞു ഉൾപ്പെടുത്തിവിടറോ? എന്റെ മുഖത്ത്, എന്റെ പുറത്തൊരു പാടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു പാടില്ലെന്ന്. നോക്കൂ, പാടുണ്ടോ? ഇല്ല. കണ്ട? ഇല്ല. അപ്പൊ അയാള് തോറ്റില്ലേ? നമുക്ക് പൈസ കിട്ടിയില്ലേ? പൈസയൊക്കെ നിങ്ങൾക്ക് കിട്ടി, പക്ഷെ എന്റെ 50,000 രൂപ പോയില്ലേ? എങ്ങനെ പോകും? എടാ, നമ്മളല്ലേ പന്തായത്തിൽ ജയിച്ചത്. പന്തയത്തിൽ ഇയാൾ ജയിച്ചു, പക്ഷെ എന്റെ 50,000 രൂപ പോയി. എനിക്ക് മനസ്സിലായില്ല. എങ്ങനെ? ഇയാൾ പുറത്തുനിന്ന് 50,000 രൂപ എന്നോട് ബെറ്റ് വെച്ചിട്ടാ ഫ്ലോറിലോട്ട് കയറി വന്നത്. എന്താന്നും പറഞ്ഞു? ഫ്ലോറിൽ വെച്ച് ലൈവായിട്ട് സുരേഷ് ഗോപിയുടെ ഡ്രസ് ഊരി മാറ്റിക്കുന്നു. അമ്മേ, എന്റെ 50,000 രൂപ പോയില്ലേ? സാറേ, ഇപ്പൊ മനസ്സിലായില്ലയോ? എന്താണ്? ഒരൊറ്റ ബെറ്റ് മതി ജീവിതം മാറ്റി മറിക്കാൻ. കോമഡീശ്വരൻ പൊളിച്ചു അല്ലേ? എന്നാലും നിങ്ങളെല്ലാം കൊണ്ട് പാവത്തിനെ തോപ്പിച്ചില്ലേ? ഇല്ലേ? ചതിയായി പോയി കേട്ടോ. എന്തൊരു ആത്മവിശ്വാസത്തിലോ മൈക്കൊക്കെ എടുത്തങ്ങ് പറഞ്ഞേ. നമുക്ക് അവരോട് ചോദിക്കാം. കൊച്ചുറോൺ ചേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു സ്കിറ്റ്? വളരെ നല്ല രസകരമായ സ്കിറ്റായിരുന്നു. കാരണം അങ്ങനെ ഫീൽ ചെയ്യാൻ കാര്യമൊന്നുമില്ല, എല്ലാം വളരെ നാച്ചുറലായിട്ടാണ് ഡയലോഗ് പ്രസൻറ്റ് ചെയ്തത്. മിക്കവാറും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മളെ സിനിമയിൽ തന്നെ വന്നിട്ടുള്ള മിക്കവാറും സിനിമ ആർട്ടിസ്റ്റുകളെല്ലാം വളരെ നാച്ചുറലായിട്ടാണ് അവർ സംഭാഷണം ചെയ്യുന്നത്. അത് ആ ഒരു ഫീലിംഗ് എനിക്കുണ്ടായി. അതുകൊണ്ട് തന്നെ സ്കിറ്റ് വളരെ രസകരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സുരേഷ് ഗോപിയെ അവതരിപ്പിച്ച നടൻ മുമ്പ് ഞാൻ പല പ്രാവശ്യവും കണ്ടിട്ടുണ്ട്. വളരെ കഴിവുറ്റ നടന്മാരിൽ ഒരാളാണ്.
ഒക്കെ രണ്ടുപേരും അങ്ങനെ തന്നെയാണ്. പുള്ളിക്കാരനൊക്കെ വളരെ വളരെ നാച്ചുറലായിട്ട് കൈകാര്യം ചെയ്തു. ഓഡിയൻസുമായിട്ടുള്ള ഇൻട്രാക്ഷനൊക്കെ ഭയങ്കര രസമായിരുന്നു. അതുകൊണ്ട് തന്നെ കോമഡി മസാലയിൽ അവതരിപ്പിച്ചത് സ്കിറ്റ് എല്ലാവർക്കും എന്നെപ്പോലെ തന്നെ ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. നന്നായിരിക്കട്ടെ. ഉല്ലാസേട്ടാ, നല്ല സ്കിറ്റായിരുന്നു. ലൂയിസിനെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ സുരേഷ് ഗോപി സാറിൻ്റെ ഒരു ചെറിയ ഛായ. അല്ല അത് ഏത് സൈഡിൽ നിന്ന് ഉല്ലാസേട്ടൻ നോക്കിയേ? അല്ലയോ വിനോദ്? ഒരുത്തിനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അതുപോലെ ഇരിക്കുന്നു. അല്ല, പക്ഷേ കറക്റ്റ് മാനറിസങ്ങളാണ്. Mannerisms, അതെ, അടിപൊളിയായി. മനസ്സിലായിട്ട് ചെയ്തു. അത് പറയാതിരിക്കാൻ പറ്റില്ല. അല്ല, എന്നാലും ഒന്ന് തിരിച്ചു നോക്കി പ്രേമചേട്ടൻ നോക്കി കേട്ടോ. പക്ഷേ കറക്റ്റ് ഫിഗർ കിട്ടിയാൽ ആരെ കൊണ്ട് ചെയ്യണമെന്ന് അറിയോ? വിനോദിനെ കൊണ്ട് ചെയ്യിക്കണമായിരുന്നു. ഞാൻ പുള്ളിയോട് പറഞ്ഞ, പക്ഷേ ഇപ്പൊ അല്ലെങ്കിൽ പിന്നെ ഞാൻ ചെയ്യണം. പൈസ എല്ലാം പിന്നെ നിങ്ങൾ 3 പേരും ഇതിനകത്തുള്ളായിരുന്നു. 3 പേരെ വെച്ച് പിന്നെ നമ്മുടെ ഇതുപോലുള്ള പരിപാടികൾ മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെയും ഒരു വെറൈറ്റി ഇതിനകത്ത് കാണാൻ ഉണ്ടായിരുന്നു. സ്ഥിരം സാധനത്തിൽ നിന്ന് മാറി പന്തായം വയ്ക്കുന്നതും അതിൽ തോക്കുന്നതും ജയിക്കുന്നതുമായിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ വളരെ രസകരമായിട്ട് അവതരിപ്പിച്ചു. ക്ലൈമാക്സ് നല്ലതായിരുന്നു. ക്ലൈമാക്സ് ആണ് എൻ്റെ മൊത്തത്തിൽ നന്നായിട്ട് കോമഡി ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളി, സൂപ്പർ. And yes, നമുക്ക് ഓഡിയൻസിനോട് ചോദിക്കാം, നിങ്ങളെ ഒരിക്കൽ തോൽപ്പിച്ച ഓഡിയൻസ് ഇപ്പൊ ജയിപ്പിക്കുമോ നമുക്ക് നോക്കാം. എത്ര സ്റ്റാർസ് ആണ് ഇന്നത്തെ ഇവരുടെ പെർഫോമൻസ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത്? യെസ്, 4 സ്റ്റാർസ് ആണ് ഇന്നത്തെ പെർഫോമൻസിന് ഇവർക്ക് നമ്മുടെ ഓഡിയൻസ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് സമാനമായിട്ട് കിട്ടുന്നത് പരക്കാട് ജ്വൽസ് നൽകുന്ന 1 gram ഗോൾഡിൽ പൊതിഞ്ഞ ഒരു പൊന്നാന, ഒപ്പം 5000 രൂപയുടെ ഒരു ക്യാഷ് വൗച്ചർ. ഇവരുടെ സമ്മാനങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊച്ചു പ്രേമൻ ചേട്ടനെയും ഉല്ലാസേട്ടനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. ഇതിനു മുൻപ് ഈ വേദിയിൽ എത്തിയിട്ടുള്ള ഒരു കലാകാരനാണ്. അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, രാജീവ് ആറ്റുകാൽ. യെസ്, അപ്പൊ 2ാം വട്ടമാണ് കോമഡി മസാലയില്. അതെ, തീർച്ചയായിട്ടും രണ്ടാമതും വരാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ഓക്കെ, ഫസ്റ്റ് ടൈം വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഫസ്റ്റ് ടൈം വന്നിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചാല് നല്ല അഭിപ്രായങ്ങളായിരുന്നു. അന്ന് മൊത്തത്തിൽ ഗെറ്റപ്പ് വേറെ ആയിരുന്നു. അതെ അതെ, ആളെ മനസ്സിലാവണില്ലേ ഇപ്പൊ? അതെ, രജനീകാന്ത്, ഷാറൂഖ് ഖാൻ, വടിവേലു, അങ്ങനെ 3 വ്യത്യസ്തമായ ഫിഗറുകളാണ്. അപ്പൊ ഇന്നും ഫിഗർ ആണോ? ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 3 ഫിഗറുകളാണ്. ഓക്കെ ഓക്കെ, അത് വേറൊന്നുമല്ല, രജനീകാന്ത്, പിന്നെ ഒരു വ്യത്യസ്തമായ ഫിഗർ പ്രഭാസിന്റെ ഫിഗറാണ്, ബാഹുബലി, അങ്ങനെ 3 ഫിഗർ. ഓക്കെ, അതാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവർക്ക് താടിയുള്ള ഗെറ്റപ്പ്, അതുകൊണ്ടായിരിക്കുമല്ലോ താടി വെച്ച് വന്നത് അല്ലേ? യെസ്. അപ്പൊ ഇദ്ദേഹത്തെ ഓർമ്മയുണ്ടോ? ഷാരൂഖ് ഖാന്റെ ഫിഗർ ഒക്കെ ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ഞെട്ടിച്ചതാണ്. അപ്പൊ ഇന്ന് വ്യത്യസ്തമായ ഇവരുടെ 3 മേക്ക് ഓവറുകൾ, ഷാരൂഖ് ഖാൻ, രജനീകാന്ത് ആൻഡ് പ്രഭാസ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് രജനീകാന്തിനെയാണ്. അപ്പോ രാജീവിന്റെ വക കാലായിലെ രജനീകാന്തിന്റെ ഫിഗർ ആണ് ചെയ്തത്. അപ്പൊ താടി വെച്ചത് നന്നായി. അടുത്തതായിട്ട് രാജീവ് ആറ്റുകാൽ നമ്മുടെ മുന്നിൽ എത്താൻ പോകുന്നത് ബാഹുബലിയിലെ പ്രഭാസ് ആയിട്ടാണ്. നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു ആ ഒരു 3 ഫിഗർ. പക്ഷെ ഞാൻ പറയട്ടെ, രാജീവ് ഇപ്പൊ ചെയ്യുന്നതിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത് മീശയില്ലാത്ത നമ്മുടെ ഷാരൂഖ് ഖാനാണ് അല്ലേ? എല്ലാവരും കൂടുതൽ അതിന് തന്നെയല്ലേ അഭിപ്രായം പറയാറ്. ആൻഡ് എന്തായാലും ഇതൊരു നല്ല ട്രൈ ആയിരുന്നു. വെരി ഗുഡ്. പുതിയ പുതിയ അറ്റംപ്റ്റ്സും ആയിട്ട് അപ്പം വീണ്ടും നമുക്ക് ഈ സ്റ്റേജിൽ വെച്ച് കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച് രാജീവ്.
നമസ്കാരം. നമസ്കാരം. എന്നെ ആരാ? മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഇല്ല, മനസ്സിലായില്ല. ഞാനൊരു പേര് കേട്ട ഷെഫാണ്, ഷെഫ് സെബാസ്റ്റ്യൻ. ഈ പേര് ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ. നിങ്ങളെങ്ങനെ കേൾക്കണേ? ഞാൻ ഇനി ഇവിടെ അല്ലല്ലോ ഷെഫ്. ഇവിടെ അല്ലേ? പിന്നെ എവിടെ? ഞാൻ നിങ്ങൾ ഗൾഫിലല്ലേ? ഓ, ഗൾഫിൽ നിന്ന് വരാണ്. ആ ഗൾഫിലെ ഷെഫാണ് ഞാൻ. ഇവിടുത്തെ ഷെഫല്ലേ ഞാൻ? ഗൾഫിലെ നിങ്ങൾ ഈ ഗൾഫിൽ എവിടെയായിരുന്നു? ഷെറാട്ടൺ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ആ, ഷെറട്ടൺ. ഷെറാട്ടൺ ഹോട്ടൽ. അവിടുത്തെ ഷെഫാ, മെയിൻ ഷെഫായിരുന്നു ഞാൻ. ഓ, അത് ഭയങ്കര ഹോട്ടൽ. അവിടുത്തെ ഷെഫ് ഒന്നും ആയിരിക്കില്ല, ചുമ്മാ തള്ളുന്നു. തള്ളോ? ആ, ദേ തള്ളി മറിച്ച് ഇപ്പൊ ഹോട്ടലിൽ താഴെ ഇടരുത്. ഇത് കണ്ട അത് കണ്ടു. ഏ? ഫോൺ ഈ ഫോണിന് എന്നെ വില വരും അറിയാം? ഇല്ല. 1 ലക്ഷം രൂപയെങ്കിലും വരും. 1 ലക്ഷം രൂപയാ? ഈ 1 ലക്ഷം രൂപ കൊടുത്തിട്ട് എനിക്ക് ഈ ഫോൺ മേടിക്കാനുള്ള കഴിവുണ്ടോ? അതില്ല. ആ, അതില്ല. ഇതേ അവിടുത്തെ മാനേജറുടെ ഫോണാ. ഓ, അടിച്ചു മാറ്റിയതാണല്ലേ? അല്ലേ, ഇതെങ്ങനെ മനസ്സിലായി? അടിച്ചു മാറ്റിയതല്ല, എന്റെ പാചകം കണ്ടിട്ട് വാവു എന്നും പറഞ്ഞോണ്ട് ഈ മാനേജർ എന്റെ പോക്കറ്റിലേക്ക് ഇട്ടതാ. നിങ്ങളുടെ പേര് സെബാസ്റ്റ്യൻ എന്നല്ലേ? വാവുന്നാണോ? ഓ, എന്റെ ദൈവമേ, ഈ പറപ്പത്തലിച്ച് എന്നെ പറഞ്ഞേ വാവു എന്നല്ലെന്ന്, വാവ് എന്നും പറഞ്ഞോണ്ട് ഇടൂലേ? വാവ്. ആ, അങ്ങനെ പറഞ്ഞ എന്റെ പോക്കറ്റിലേക്ക് ഇട്ടാണ് ഈ ഫോൺ. കൊള്ളാം, കൊള്ളാം. അല്ലെ, പക്ഷെ എന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇങ്ങോട്ട് വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദേ പയ്യനെ കാണാൻ വന്നതാ. പയ്യനോ? ഇവിടെ ഏതാ പയ്യൻ? ഇതായിരിക്കണ കൊച്ചുപ്രേമൻ പയ്യനെ. കൊച്ചുപ്രേമൻ ചേട്ടൻ. എന്നെ മനസ്സിലായില്ലല്ലേ? ഇല്ല, മനസ്സിലായില്ല. മനസ്സിലായില്ല? ഇല്ല. എത്ര പ്രാവശ്യം നിങ്ങളെ പ്രൊഡക്ഷനിലൊക്കെ ഞങ്ങൾ ഫുഡ് വിളമ്പി തന്നിട്ടുണ്ട്. എൻ്റെ ഉള്ളു. പിന്നെ സിനിമയിലോ? സിനിമയില് നിങ്ങളോ? ഞാൻ മാത്രമല്ല, എൻ്റെ അച്ഛൻ. നിങ്ങളുടെ അച്ഛനും ഉണ്ടായിരുന്നോ? ഇപ്പോഴല്ല, അച്ഛനൊക്കെ ബാലങ്കൻ നായർ, ജോസ് പ്രകാശ് ഒക്കെ ഉള്ള സമയത്ത്. ഞാൻ സിനിമയിൽ വന്നിട്ട് ഞാൻ ഇതുവരെയ്ക്കും അങ്ങനെ ഒരാളെല്ലാം കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല? ഇല്ല ഇല്ല. ഈ അച്ഛനായിരുന്നു ആദ്യം വന്നത്. അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് പ്രചോദനം ഉൾക്കൊണ്ടോ ഞാൻ ഇതിനകത്തേക്ക് വന്നേ. അതെന്ത് കാര്യം അത്? അതെന്താ പ്രചോദനം? ആ പ്രചോദനം എന്ന് പറഞ്ഞാൽ ഈ അച്ഛനെ ഈ ജോസ് പ്രകാശിന് ബാലങ്കൻ നായർ ടി ജി രവിക്കൊക്കെ ഫുഡ് കൊടുത്തോണ്ടിരുന്നേ. ഇവര് പൊറോട്ടയൊക്കെ കൊണ്ടു നോക്കാൻ പാടില്ല. ഈ പൊറോട്ടനെ പിച്ച് ചീന്തി കട്ടിലേക്ക് ഒരൊറ്റ ഏറ, അല്ലല്ല പ്ലേറ്റിലേക്ക് ഒരൊറ്റ ഏറ. എന്നിട്ട് പെണ്ണുങ്ങളുടെ സാരി അഴിക്കണ ഈ പൊറോട്ടയുടെ കെട്ട് ഇങ്ങനെ അഴിച്ചിട്ടുണ്ടല്ലോ, സാമ്പാർ ഒഴിച്ചിട്ട് ഒരു തീറ്റയാ. അത് കണ്ടപ്പോ എനിക്കും പൊറോട്ടയുടെ ആ കെട്ടഴിക്കാനുള്ള അവസരം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ വന്നതാ. എന്നാലും ഞാൻ എത്ര പ്രാവശ്യം ഫുഡ് തന്നു. പക്ഷെ എന്റെ കല്യാണം സംഭവിച്ചു കഴിഞ്ഞപ്പോ നിങ്ങൾ വന്നില്ല കേട്ടോ. കല്യാണം സംഭവിച്ചോ? ആ, അതെങ്ങനാ? കല്യാണം നടന്നു എന്നല്ലേ നമ്മൾ കല്യാണം പറയാ? നടക്കുന്നില്ലേ പറയുന്നത്? ആപത്തുകളൊക്കെ സംഭവിക്കുക എന്നല്ലേ പറയണേ? അതുകൊണ്ട് എന്റെ കല്യാണം സംഭവിച്ചു എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ വന്നില്ല. അല്ല, ഓർക്കാത്തോണ്ടാ. ക്ഷമിച്ചോളാം. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ ശരിക്കും ഈ മേഖലയിലേക്ക് തിരിഞ്ഞത്? തിരിയുമല്ലായിരുന്നല്ലോ, പിടിച്ച് തിരിക്കുമല്ലായിരുന്നോ? ആര്? അമ്മിണി. ഓ, നിങ്ങളുടെ ചീഫ് ഷെഫ് ആയിരിക്കും അല്ലേ? ഷെഫല്ല, എന്റെ ഭാര്യ. അല്ല, ഭാര്യ എന്തിനാ ഇതിലേക്ക് തിരിച്ചേ? കല്യാണത്തിന് ആദ്യരാത്രിയിൽ ഞാൻ കട്ടിലിൽ ഇരിക്കുക. ആപ്പിൾ എടുത്ത ഒറ്റ ഇടി എന്റെ ചങ്ങത്ത് തന്നിട്ട് പറയാം, ഇവിടെയുള്ള കംപ്ലീറ്റ് പണി എന്നെ കൊണ്ട് ചെയ്യിക്കാൻ നോക്കരുത്, നിങ്ങൾ തന്നെ ചെയ്യണമെന്ന്. അങ്ങനെയല്ലോ ഞാൻ അടുക്കള പണി മൊത്തം ഞാൻ പഠിച്ചത്. വെരി ഗുഡ്. എന്തായാലും ഒരു തൊഴിലായില്ലോ. അതുകൊണ്ട് ഒരു തൊഴിലായി. നന്നായി. നിങ്ങക്ക് ഈ തൊപ്പി അല്ലല്ലോ, പക്ഷെ ഇവർക്ക് വേറൊരു തൊപ്പിയല്ല, ഇങ്ങനെ മുകളിൽ കുഴലായിട്ടിരിക്കുന്ന. അതെ, ഞങ്ങൾ പാചകം ചെയ്യുമ്പോഴാണ് ആ സൈസ് തൊപ്പി ഉപയോഗിക്കാറ്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഭക്ഷണം പാചകം ചെയ്തുമ്പോൾ ഈ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, നമുക്ക് ഭക്ഷണം കഴിക്കണ സമയം കിട്ടില്ലെന്നേ. അപ്പോ ഈ ചിക്കനൊക്കെ വറക്കണ സമയത്ത് ഇതിന്റെ അകത്തൊരു കഷ്ണം എടുത്ത് തിന്നണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ സൂപ്പർവൈസർ നോക്കി നിൽക്കണോണ്ട് നമുക്ക് പറ്റില്ല. ഈ പുള്ളി അങ്ങോട്ട് നോക്കണ സമയം കൊണ്ട് ഞാൻ ചിക്കന്റെ കാലത്ത് വെള്ളക്കര ഏറ് ഇങ്ങനെ ഒരു പിടുത്തം കുടലിലേക്ക് തൊപ്പിക്കാത്തിട്ട് ഞാൻ പിടിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ 5-8 കാലായി കഴിയുമ്പോഴത്തേക്ക് ഞാൻ യൂറിൻ പാസ് ചെയ്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ബാത്റൂമിന്റെ ബാക്കിൽ ഞാനൊക്കെ തിന്നു. ഈ തൊപ്പി വന്നതിന് ശേഷം ഇപ്പൊ അത് പറ്റുന്നില്ല. ഈ തൊപ്പി ഇപ്പൊ വെച്ചിരിക്കുന്നത്, ഈ തൊപ്പി വെച്ചേക്കണ ചൂടൻ ചിക്കൻ വറുത്തല്ലേ എറിഞ്ഞത്, തല മൊത്തം പൊള്ളിയിരിക്കുക. അത് നാട്ടുകാർ കാണാതിരിക്കാനാണ് ഈ തൊപ്പി വെച്ചേക്കുന്നത്. അത് വളരെ നന്നായി. അതെ, ചേട്ടനെ സേമിയ പായസം ഉണ്ടാക്കാൻ അറിയോ? സേമിയ പായസം ഉണ്ടാക്കാൻ അറിയാമെന്ന് ഇത്രയും വലിയ ഷെഫായ എന്നോടാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അയ്യോ, അറിയാൻ പാടില്ല അല്ലേ? ഇപ്പൊ കുഴപ്പമില്ല, ഞാൻ അറിയാണ്ട് ചോദിച്ചാ. അല്ല, അറിയാന്ന്. അറിയോ? എങ്ങനെ ഉണ്ടാക്കുന്നത്? അതുണ്ടാക്കുന്നത് ഞാൻ ഒരു ചെറിയ വാവട്ടം കുറഞ്ഞ ഒരു പാത്രം എടുക്കുക, അത് അടപ്പത്ത് വെക്കുക. അതിനുശേഷം അതിനകത്ത് 1/2 പാത്രം വെള്ളം എടുക്കുക. എന്നിട്ട് ഈ സേമിയ പൂജാരി പൂ ഇടുന്ന പോലെ ഇങ്ങനെ മുറിച്ചങ്ങ് ഇടുക. പൂജാരി കൂടുന്ന പോലെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മാവട്ടം കുറവല്ലേ, പാത്രത്തിന്റെ പുറത്ത് പോകും. ഇങ്ങനെ ഇടുവാണെങ്കിൽ കറക്റ്റ് അതിനകത്ത് ആ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നന്നായിട്ട് കുളിക്കണ ഒരു സോപ്പ് മുറിച്ച് 4ആക്കി അതിനകത്തേക്ക് അങ്ങ് ഇടുക. സോപ്പോ? എന്റെ ചേട്ടാ, ഇതിനകത്ത് പാല്, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, കുങ്കുമപ്പൂവ് ഇങ്ങനെയുള്ള നല്ല നല്ല സാധനങ്ങളാണ് ഇടുന്നത്, അല്ല സോപ്പല്ല. ടിവിയിലെ പരസ്യങ്ങളൊന്നും കാണാറില്ല. ഇപ്പൊ കുളിക്കണ സോപ്പിനകത്ത് എന്തൊക്കെയാ ഉള്ളത്? അണ്ടിപ്പരിപ്പ്, ബദാം മിൽക്ക്, കുങ്കുമപ്പൂവ്, ഇതൊക്കെ ഇല്ലേ. പിന്നെ എന്തിനാ ഇത്രയും സാധനം കാശ് കൊടുത്ത് മേടിക്കുന്ന ഒരു സോപ്പം കിട്ടിയാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. കൊള്ളാം. കാര്യം ചോദിക്കട്ടെ, ചേട്ടൻ എന്തായാലും ഗൾഫിലൊക്കെ ആയിരുന്നല്ലോ, ചേട്ടൻ അറബിക്ക് അറിയോ? അറബിക്ക് എന്നെ അറിയാമെന്നോ? എന്നെ കണ്ടു കഴിഞ്ഞാൽ അറബിയുടെ കയ്യിലിരിക്കുന്ന പരുന്തിനെ കൊണ്ട് കണ്ണി കുത്തിക്കുമെന്ന് പറഞ്ഞത്. അതല്ല ചേട്ടാ,
അറബിക് ഫുഡ് ഉണ്ടാക്കാൻ അറിയോന്ന്? അറബി എന്തിനാ ഫുഡ് ഉണ്ടാക്കണ? വേലക്കാരനായി ഞാനിവിടെ നിൽക്കുമല്ലേ. പോട്ടെ പോട്ടെ, അതൊക്കെ പോട്ടെ. ചൈനീസ് ഉണ്ടാക്കാൻ അറിയോ? ചൈനീസ് ഫുഡ് ഉണ്ടാക്കാൻ അറിയാമോ? എന്റെ പൊന്ന്, ചൈനീസിന്റെ ഓന്തിരസം, പട്ടിയവിയില്, കാക്ക വറുത്തത്, ഏറ്റവും സൂപ്പർ ഉണ്ടല്ലോ മഞ്ഞച്ചേര മപ്പാസ. മഞ്ഞച്ചേര മപ്പാസോ? അതിന്റെ പ്രത്യേകത എന്താ? മഞ്ഞച്ചേരൻ ഇട്ട് വേവിച്ചിട്ടുണ്ടല്ലോ, നാദസ്വരം പിടിക്കാൻ പിടി പിടിച്ചിട്ട് വലിയ വലിച്ചാണല്ലോ ഞങ്ങളുടെ വയലേക്ക്. മഞ്ഞ വേണ്ട. മഞ്ഞച്ചേര മപ്പാസ എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് നന്നായിട്ട് ഉണ്ടാക്കാം. മഞ്ഞച്ചേരക്ക് മഞ്ഞൾ ചേരുവോ? മഞ്ഞൾ ചേരുവോ? മഞ്ഞൾ ചേരില്ല, ഇഷ്ടം പോലെ മഞ്ഞച്ചേരയിൽ മഞ്ഞളുണ്ടല്ലോ. ഓ, മഞ്ഞൾ ഓക്കെ. എന്തായാലും ഇവിടെ വരെ വന്നതാണല്ലോ, ഇത്രയും വലിയ ഗൾഫിലെ ഷെഫൊക്കെ ആണല്ലോ. നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയത് കൊണ്ടുവന്നിരുന്നെങ്കിൽ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകമായിട്ടുള്ള സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ കണ്ണടച്ചിട്ട് അത് കഴിക്കണം, എന്നിട്ട് അതിന്റെ ടേസ്റ്റ് അറിഞ്ഞിട്ട് അതെന്താണെന്ന് എന്നോട് പറയണം. അത് കൊള്ളാം, ട്രൈ ചെയ്യാല്ലേ? ഇല്ലെങ്കിൽ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. കണ്ണടച്ചുകൊണ്ട് നിങ്ങളത് കഴിക്കണം. ശരി, കഴിച്ചിട്ട് എന്നാന്ന് പറയണം. ഓക്കെ. കണ്ണടച്ചിട്ട് എടുത്തോ. എന്റെ കയ്യിലിട്ട് മാന്തല്ലേ. കാര്യം ഞാൻ സുന്ദരനാണെങ്കിലും കാണാൻ കൊള്ളാത്ത കഴിക്കട്ടെ. ഞാൻ പറഞ്ഞിട്ട് കഴിക്കാവുള്ളൂ. നിങ്ങളെല്ലാരും കഴിക്കും. കണ്ണടക്ക്. പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ചോ. കണ്ണടച്ച് പിടിച്ച് കഴിക്കണം. കഴിച്ചോ. ഇനി കണ്ണ് തുറന്ന എല്ലാരും. സുന്ദരനായ ചെറുപ്പക്കാരനെ കണ്ടതിന്റെ സന്തോഷം മുഖത്തുണ്ട്. പറ, ഇനി അത് എന്ത് ഭക്ഷണമാണ് നിങ്ങൾ കഴിച്ചത്? എന്ത് ഫലമാണ്? മാങ്ങയുടെ അരിയാണ് എനിക്ക് തോന്നി അല്ലേ? മാമ്പഴം ഇപ്പൊ നിങ്ങൾ ഉണ്ടാക്കണ്ടല്ലോ, ഇത് മാവില് തന്നെ ഉണ്ടാവുന്നല്ലേ. അതാ ഞാൻ നിങ്ങൾക്ക് തന്നത്. അല്ല, എന്ത് പറ്റി മാങ്ങ കൊണ്ട് തരാൻ? അതെ, ഞാൻ അപ്പുറത്ത് നിന്നിപ്പോ ഒരു 3-4 മാങ്ങ കിട്ടിയായിരുന്നേ. ഞാനത് ഒരെണ്ണം കടിച്ചു. എന്റെ പുറകത്ത് നോക്കിയപ്പോ കഴിഞ്ഞപ്പോഴേ വവ്വാല് കടിച്ചതായിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ നമുക്ക് ഒന്നിച്ചങ്ങ് പറ്റിക്കോട്ടെ എന്ന് കരുതി നിങ്ങൾ തന്നതാ. പാപ്പനി പനി പനി പാപ്പനി നി പനി പാപ്പനി പനി പനി നിപ്പ. കോമഡി മസാലയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം പുതിയൊരു ചിരിക്കൂട്ടുമായി. Till then, it's a bye from us.